ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതേ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണ്. റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പകുതി സവാളയും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 എണ്ണം ചുവന്നുള്ളിയും പകുതി സവാള അരിഞ്ഞ് വെച്ചതും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വേപ്പില. പിന്നെ ഇഞ്ചി ഇല്ലാത്ത കാരണം എടുത്തിട്ടില്ല കേട്ടാ. പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിക്കാണ്. അത് വഴറ്റി കൊടുത്ത് അത് നന്നായി വഴന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ. ഈ വെളിച്ചെണ്ണ നന്നായി പച്ചമുളക് നന്നായി മൂത്തതിന് ശേഷമാണ് ഒരു മണമൊക്കെ വരും. അപ്പോഴാണ് സവാള ഇട്ട് കൊടുക്കുന്നത് കേട്ടാ. സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക കേട്ടാ. നമ്മൾ ഇഞ്ചി ഇല്ലാത്ത കാരണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ. വേപ്പില ഇട്ട് കൊടുത്ത് എന്നിട്ട് മൂടി വെക്കുകയാണേ. നന്നായി വഴറ്റിയതിന് ശേഷം മൂടി വെക്കുകയാണ് കേട്ടാ. ഇനി റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടാ. രാത്രി നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്, കാലത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി കഴിക്കുക. ഇല്ലെങ്കിൽ രാത്രി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഉപ്പുമാവാ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പം ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിരിക്കുകയാണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അത് വഴറ്റി ഇതിന് നന്നായി മൂടി വെക്കുകയാണ് കേട്ടോ. മൂടി വെച്ചാലാണ് ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള റവ, 1 ഗ്ലാസ് റവയിലേക്ക് 2 ഗ്ലാസ് വെള്ളം, ഇതാണ് കേട്ടോ കണക്ക്. അപ്പോൾ ഉമ്മ റവ ഒക്കെ എടുത്തിട്ട് സെറ്റ് ആക്കാണ്. ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾ മെയിൻ ഉമ്മ തന്നെയാണ് കേട്ടോ. ഞാനല്ലേ ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അരിഞ്ഞു കൊടുക്കൽ അങ്ങനത്തെ ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. ഉണ്ടാക്കണൊക്കെ ആൾ ഉമ്മ തന്നെയാണ്. ഉമ്മ ഉണ്ടാക്കിയതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 1 ഗ്ലാസ് റവയിലേക്ക് 2 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നന്നായി വഴറ്റിയതിന് ശേഷം ഉമ്മ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോഴാണ്, തിളച്ചിട്ട് നമ്മളൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ വെള്ളത്തിൽ, വെള്ളം കറക്റ്റ് അല്ലേ എന്നുള്ളത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മൂടി വെക്കുക. അപ്പോഴത്തേനും കുറച്ചൊരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും വെള്ളം തിളക്കും കേട്ടോ. വെള്ളം തിളച്ച് റവ ഇട്ട് കൊടുക്കണം കേട്ടോ. റവ കട്ട പിടിക്കാണ്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഉമ്മാക്ക് ഇങ്ങനെ വെള്ളം ഇത്തിരി കൂടുതലുള്ള പോലെ തോന്നി. അപ്പം അതാണ് കുറച്ചും കൂടി റവ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഉപ്പുമാവ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നല്ല മഴ ചൂടുള്ള ഉപ്പുമാവ് രാത്രി നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ അതുപോലെ നമ്മളെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും ഒന്ന് ഷെയറും ചെയ്യണേ. ഇതുപോലെ രാത്രിയിൽ ഉണ്ടാക്കുന്ന ആരൊക്കെ ഉണ്ട് എന്നുള്ളത്